ഹായ് ഗൈസ്, അങ്ങനെ നമ്മളെല്ലാം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺസ് ഗ്രാൻഡ് ഫിനാലെ ഇന്ന് അവസാനിച്ചു. അതിൻ്റെ എൻഡോടെ വിജയിച്ചത് അനീഷ് അല്ല, കോമണർ അല്ല, സെലിബ്രിറ്റിയായ അനുമോൾ തന്നെയാണ്. നമുക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു അനീഷാണ് വിജയിക്കുക എന്നാണ്. പക്ഷേ ലാലേട്ടൻ കൈ ഉയർത്തിയത് അനുമോൾക്കായിരുന്നു. പക്ഷേ അനുമോൾക്ക് കിട്ടുമെന്ന് നമുക്ക് നേരത്തെ പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. ഒരുപാട് വേദനിച്ചാണ് ആ കുട്ടി ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഒരു ക്യാപ്റ്റൻ പോലും ആവാൻ കഴിയാതെ വിഷമിച്ച് ഒരുപാട് പേരുടെ കുത്തുവാക്കലും PR-കളുടെ കളിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അമർഷങ്ങൾ അവിടെ നിന്ന് കണ്ടസ്റ്റൻസ് വകയും പുറത്തുനിന്നും അകത്തുനിന്നുമൊക്കെ കുത്തലുവാരും ചളിവാരലുമൊക്കെ കയറി ആ ചളിക്കുമൊക്കെ പകരത്തിന് പകരം എന്ന് പറയുന്നത് പോലെ ഒരു ചൂണ്ടയിട്ട് കൊടുത്തതാണ്. അതും അങ്ങനെ എയറിൽ കയറിപ്പോയ അനുമോളെന്ന അനുക്കുട്ടി ഇന്ന് സ്റ്റാർ മാജിക്കിനെക്കാട്ടിയും വലിയൊരു പദവിയിൽ എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്ന പദവിയിൽ, അതായത് വിന്നർ എന്ന ആ ക്വാളിറ്റി കൊണ്ടുകൊണ്ട് ഒരു സെലിബ്രിറ്റിയേക്കാൾ എത്രയോ മടങ്ങ് നമുക്ക് കാത്തിരിക്കാവുന്ന ഒരു അവാർഡ് തന്നെയാണ്. ആ അവാർഡ് കൈവശപ്പെടുത്തുന്നത് നമുക്കൊന്ന് കാണാം. ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ. കൺഫ്യൂഷൻ ചെയ്തിട്ടാണ് ബിഗ് ബോസ് വിന്നറെ തീരുമാനിക്കുന്നത്. ഞാൻ ഏകദേശം അനീഷായിരുന്നു, പക്ഷേ അനീഷിന് കിട്ടുമെന്ന് നേരിയൊരു പ്രതീക്ഷയായി. പക്ഷേ അനുമോൾക്ക് കട്ട ഫാൻസ് ഉണ്ടായി. അനുമോളെ എതിർത്തവർക്കും എതിരാളികളാക്കിയവർക്കും അവർക്കുള്ള ചുട്ട മറുപടിയായിട്ട് അനുമോൾ വിജയിച്ചെന്ന് തീപ്പാറിയ വിജയമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും വിജയകിരീടം കൊണ്ടു. ലാലേട്ടനെ പോലും കൺഫ്യൂഷൻസ് ആക്കിയാണ് വിന്നറെ തീരുമാനിച്ചത്. ഇനി സീസൺ 8-നുള്ള കാത്തിരിപ്പാണ്. കുറച്ച് മണിക്കൂറുകൾ വിജയ് തീരുമാനിക്കും. ഇന്ന് 98 എപ്പിസോഡ് വരെ ബിഗ് ബോസ് കടന്നു. അതായത് 100 ദിവസം തികഞ്ഞു. ഞാൻ മൊത്തം എപ്പിസോഡ് കണ്ടിട്ടില്ല. ബാക്കി നാളെ കണ്ട് അഭിപ്രായം പറയില്ല. ഇന്ന് തന്നെ ഇതിൻ്റെ റിവ്യൂ ഗ്രാൻഡ് ഫിനാലേൻ്റെ അപ്ഡേറ്റ് പറഞ്ഞേക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇപ്പം തന്നെ വെളിയിട്ടത്. അനുമോൾ ഗ്രേറ്റ് വെൽ. ഞാൻ അനുമോളുടെ കാര്യത്തിൽ അത്ര ഓവർ കോൺഫിഡൻസൊന്നും ആയിരുന്നില്ല. ഈ കരച്ചിലും ഈ ഇമോഷണൽസും ഒക്കെ കൂടിച്ചേർന്നവർ അനുമോൾ വിന്നർ ആകുമോ എന്നത് എനിക്കൊരു വലിയൊരു നിരാശ തന്നെ. ഇമോഷൻ മാത്രമാണ് അനുമോളുടെ ആയുധമായിരുന്നത്. പക്ഷേ കുറേ സമയം കഴിഞ്ഞപ്പോൾ മറ്റ് ചില രീതികളിലും അനുമോളുടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അനുമോൾ ഓരോ നിമിഷവും ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പ്രേക്ഷകരുടെ പവറോ അല്ലാതെ നേരത്തെ കോൺഫിഡൻസോ ഒന്നുമായിരുന്നില്ല എൻ്റെ ചിന്ത. എൻ്റെ ചിന്ത അനുമോൾക്ക് PR മൂലം കിട്ടുന്ന കപ്പായിരിക്കുമെന്ന്. പക്ഷെ അല്ല, പ്രേക്ഷകർ തീരുമാനിച്ചു അനീഷ് ഒരു ഫസ്റ്റ് റണ്ണറപ്പ് എന്ന നിലയിലുള്ള വിന്നറാണ്. അനീഷും വിന്നറാണ്. രണ്ടാക്കും ഈക്വലി വിന്നർ ക്വാളിറ്റിയാണുള്ളത്. പക്ഷേ നേരിയ മുൻതൂക്കം അനുമോൾ വാങ്ങിച്ചെടുത്തു എന്നത് പ്രാവശ്യം ഒരു പെൺകപ്പാണ് ഉയരേണ്ടത്. കപ്പ് ആര് വാങ്ങിയാലും പണം കുറവാണ്, കപ്പ് കിട്ടട്ടെ. അപ്പോൾ ആ വിന്നർ ക്വാളിറ്റി
അനുവിന് ഉണ്ടായിരുന്നു എന്നതാണ് പ്രേക്ഷകരും നിങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ അനീഷിനാണ് വോട്ട് കോമൺ. പിന്നെ അനുമോളുടെ ഓവർ കരച്ചൽ കണ്ടപ്പോൾ എനിക്ക് വോട്ട് കൊടുക്കാൻ തോന്നി. പക്ഷെ അനുമോളിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമില്ല. സ്റ്റാർ മാജിക് താരം എന്ന നിലയിൽ എനിക്ക് ഇഷ്ടം തന്നെയാണ് അനുവിൻ്റെ ഈ കുട്ടിത്തം അത് തന്നെയാണ് അനുവിനെ വിന്നറാക്കിയത്. അനീഷാണ് പറയുന്നത്. ഫസ്റ്റ് റണ്ണറപ്പ് അനീഷ്. നന്ദി പറയുകയാണ് അനീഷിന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അനുമോക്ക് ഒരു സുസുക്കിയുടെ കാറ് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റായി. സീസൺ 7 ആ ഗ്രാൻഡ് ഫിനാലിന്റെ വിന്നറിന്റെ ഒരു പവർ അതെവിടെയോ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ഒരു പെണ്ണായതുകൊണ്ട് വിജയിച്ചത് കൊണ്ടാണോ എന്നുള്ള ആ അൺകോൺഷ്യൻസ് എല്ലാവർക്കും. വിജയിക്കേണ്ടതിനല്ല വിജയിക്കാത്തപ്പോൾ അതൊരു തിരിച്ചടിക്ക് മുമ്പിൽ ഒരു വലിയൊരു കൊട്ടാവാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ എല്ലാം മാറി മറിയും. നമ്മൾ ചിന്തിക്കുന്നതല്ല, നമ്മൾ സമയം തീരുമാനിച്ചതല്ല നിശ്ചയിക്കുന്നത്, മറ്റ് പലതാണ് നടക്കുന്നത്. അപ്പോൾ പ്രാവശ്യത്തെ കണ്ടസ്റ്റന്റ് നമുക്ക് നേരത്തെ തീരുമാനിക്കാനേ പറ്റില്ല. വോട്ട് കൊടുക്കുക എന്നല്ലാതെ വിന്നറാവാൻ ആരാണ് സാധ്യത എന്നത് ഒരു തെളിവുമില്ലാത്ത ഷോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു വിന്നറെ ബിഗ് ബോസ് സെലക്ട് ചെയ്തു. അനുമോൾ, സ്റ്റാർ മാജിക്കിലെ താരം അനുമോൾ. അങ്ങനെയാണ് നമ്മൾ കേട്ടത്. സൂസുവിലെ സുരഭി അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്ത ചില കോമഡി കഥാപാത്രങ്ങളുടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പിന്നെ അതൊരു ഇമോഷനിലേക്ക് കടന്നുപോയ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു നടിയും കൂടിയാണ് അനുമോൾ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണക്കാരിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി തന്നെയാണ് അനുക്കുട്ടി. ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിക്ക് അവാർഡ് കൊടുക്കുന്നത് യാതൊരു പ്രശ്നമില്ല. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അനുമോൾ കടന്നു വന്നുകൊണ്ടിരുന്നെങ്കിൽ ഞാനും അത്രക്കാരൻ തന്നെയാണ്. പ്രയാസങ്ങൾ ഇന്നും കൊണ്ടാടുന്നവനാണ്. അപ്പം ആ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ പ്രയാസങ്ങളിലൂടെ കടന്നു വരുന്ന വ്യക്തിക്കും ചില ബോഹങ്ങളുണ്ടാവും. ആ ബോഹങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഒരു വിന്നർ സെലക്റ്റീവ്നെസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അനീഷ് റണ്ണറപ്പ് ആണെങ്കിലും വിന്നറിനെ പോലെ തന്നെയാണ് തിരിച്ചു. അപ്പോൾ എല്ലാവരും വിന്നേഴ്സാണ്. ഇപ്രാവശ്യത്തെ 7ന്റെ പണി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഈ സീസൺ അവസാനിച്ചു. ഇനി നെക്സ്റ്റ് സീസൺ 8നുള്ള വരവും കാത്ത് പ്രേക്ഷകരും നമ്മളും കാത്തിരുന്ന് സമയം പോകുന്നത് അറിയുകയേ ചെയ്യില്ല. അപ്പോൾ